തിരുവചനം തിരുവചനം. ഓ നല്ല ദൈവമേ, ഞങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്യേക ദൈവമേ, അങ്ങിൽ നിരന്തരം ആശ്രയിക്കാനും അങ്ങയുടെ വചനമനുസരിച്ച് ജീവിക്കാനും ഞങ്ങളെ ഓരോരുത്തരെയും പഠിപ്പിക്കണമേ. വചനത്തിൻ്റെ ഉത്തമ മാതൃകയായ പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളങ്ങ് അനുഗ്രഹിക്കപ്പെടാതെ നിങ്ങളുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്ത് തമ്പുരാനോട് അപേക്ഷിക്കണമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 38-ാം തിരുവചനം. പരിശുദ്ധ മറിയം ഇപ്രകാരം പറഞ്ഞു: ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ. ഹല്ലേലൂയ. മറിയം ദൈവസന്നിധിയിൽ പറഞ്ഞ വാക്കാണ്, നിൻ്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് വചനത്തെക്കുറിച്ചാണ് ചിന്തിക്കുക. എന്താണ് വചനം എന്ന് പറയുക? ഈശോ പറഞ്ഞു, ഹൃദയത്തിൻ്റെ തികവിൽ നിന്ന് അധരം സംസാരിക്കുന്നു. ഉള്ളിൽ ഉള്ളത് എന്താണോ അതാണ് നമ്മുടെക്ക് പുറത്തേക്ക് വരിക. വചനം എന്ന് പറയുക ചിന്തയുടെ പൂർണ്ണതയാണ്. ഒരു വ്യക്തിയുടെ ചിന്തയാണ് ആ വ്യക്തിയുടെ വാക്ക് എന്ന് പറയുക. നമ്മളൊക്കെ എന്ത് ചിന്തിക്കുന്നു, എന്ത് പറയുന്നു എന്ന് നോക്കുമ്പോൾ ഒരു വ്യക്തിയെ മനസ്സിലാവും. അപ്പോൾ ചിന്ത വാക്കുകളായി പുറത്തേക്ക് വരുന്നെങ്കിൽ വാക്കുകളുടെ ഉറവിടം ചിന്തയാണ്. അപ്പോൾ എന്താണ് ദൈവവചനം എന്ന് പറയുക? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവവചനം എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിൻ്റെ ചിന്തയാണ്. ദൈവത്തിൻ്റെ ചിന്തയാണ് ദൈവത്തിൻ്റെ വാക്ക്. ദൈവത്തിൻ്റെ ആരെക്കുറിച്ചുള്ള ചിന്ത? നാം ഓരോരുത്തരെക്കുറിച്ചുമുള്ള ദൈവത്തിൻ്റെ അതിമനോഹരമായ ചിന്തകളാണ് ദൈവവചനമെന്ന് പറയുക. എന്നെക്കുറിച്ചുള്ള, നാം ഓരോരുത്തരെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ചിന്തകൾ ദൈവം തൻ്റെ പ്രവാചകന്മാരിലൂടെ നമ്മളോട് സംസാരിച്ചതാണ് ദൈവവചനമെന്ന് പറയുക. ദൈവത്തിൻ്റെ അതിമനോഹരമായ ചിന്തകൾ, അതിനെ നാം ദൈവവചനം എന്ന് വിളിക്കുന്നു. മറിയത്തോട് ദൈവത്തിൻ്റെ ദൂതൻ ദൈവത്തിൻ്റെ ചിന്ത പങ്കുവച്ചു. ഹല്ലേലൂയ. മറിയത്തോട് ദൈവത്തിൻ്റെ ദൂതൻ ദൈവത്തിൻ്റെ മറിയത്തെക്കുറിച്ചുള്ള ചിന്ത പങ്കുവച്ചു. തന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ചിന്ത, തന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആഗ്രഹം എന്താണ് എന്ന് മറിയം തിരിച്ചറിഞ്ഞപ്പോൾ അതിന് ആമേൻ പറഞ്ഞു. അതുകൊണ്ടാണല്ലോ ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 29-ാമത്തെ അധ്യായത്തിൽ 11-ാമത്തെ വചനത്തിൽ പറയുക, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. നാം ഓരോരുത്തരെക്കുറിച്ചുമുള്ള ദൈവത്തിൻ്റെ ചിന്ത അവിടുത്തെ മനസ്സിലുണ്ട്. അത് കാലാകാലങ്ങളിൽ പ്രവാചകന്മാരിലൂടെ, അവസാന കാലങ്ങളിൽ തൻ്റെ പുത്രനിലൂടെ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നു. ആ ദൈവത്തിൻ്റെ ചിന്തയനുസരിച്ച് ഞാനും നിങ്ങളും ജീവിക്കുമ്പോഴാണ് വചനാനുസൃതമായ ജീവിതം നയിക്കുന്ന വ്യക്തിയെ നമ്മളെക്കുറിച്ച് പറയാൻ പറ്റുക. എന്താണോ എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ചിന്ത, ആ ചിന്ത എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ആ ചിന്തയ്ക്കനുസരിച്ച് എൻ്റെ ജീവിതത്തെ ഞാൻ ക്രമീകരിക്കുമ്പോൾ, ആ ചിന്തയനുസരിച്ച് ഞാൻ എൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുമ്പോൾ
ഞാൻ വചനാനുസൃതം ജീവിതം നയിക്കുന്ന വ്യക്തിയാകും. ഹല്ലേലൂയ. വചനമനുസരിച്ച് ജീവിക്കണം, വചനമനുസരിച്ച് ജീവിക്കണമെന്ന് നമ്മൾ പറയുമ്പോൾ ദൈവത്തിൻ്റെ ആഗ്രഹമനുസരിച്ച്, ദൈവത്തിൻ്റെ ചിന്തയനുസരിച്ച് നമ്മൾ ജീവിക്കണം. അങ്ങനെ ജീവിക്കുന്നവരെ കുറിച്ചാണ് തിരുവചനം പറയുക, പരിശുദ്ധാത്മാവ് പറയുക, ഭാഗ്യവാൻ ഭാഗ്യവതി എന്ന് പറയുക. അതുകൊണ്ടാണല്ലോ വചനം സ്വീകരിച്ച ഉടനെ എലിസബത്തിൻ്റെ അരികിലേക്ക് പരിശുദ്ധ മറിയം ചെല്ലുമ്പോൾ മറിയത്തെ നോക്കി എലിസബത്ത് പറയുക, ദൈവം അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ദൈവം എന്താണോ അരുൾ ചെയ്തത്, ആ അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവർ ഭാഗ്യവതി, വിശ്വസിച്ചവൾ ഭാഗ്യവതി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെയൊക്കെ എപ്പോഴാണ് ഭാഗ്യവാനെന്ന് വിളിക്കുക? ലോട്ടറി അടിക്കുമ്പോൾ അല്ല, ഉന്നതമായ നിലവാരത്തിൽ ജീവിക്കുമ്പോൾ, ലോകത്തിൻ്റെ കാഴ്ചപ്പാട് ധാരാളം സമ്പത്തും സുഖസൗകര്യങ്ങളും ഒന്നുമില്ലാത്ത എല്ലാ അവസ്ഥകളും എല്ലാ അനുഗ്രഹങ്ങളും കൊണ്ട് സമ്പന്നമാകുമ്പോൾ ലോകം നമ്മളെക്കുറിച്ച് പറയും, നീ ഭാഗ്യവാനാണ്. എന്നാൽ ദൈവം ആരെയാണ് ഭാഗ്യവാനെന്ന് വിളിക്കുക? ദൈവം ഭാഗ്യവാനെന്ന് വിളിക്കുന്നത് ലോകത്തിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് സുഖസൗകര്യങ്ങളിൽ കഴിയുന്ന വ്യക്തിയല്ല, വലിയ കുഴപ്പമൊന്നുമില്ലാത്ത സാഹചര്യത്തിൽ കഴിയുന്ന വ്യക്തികളെ നോക്കിയല്ല ഭാഗ്യവാനെന്ന് വിളിക്കുക. മറിയത്തെ നോക്കി എലിസബത്ത് പറഞ്ഞത്, ദൈവം അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് ആര് വിശ്വസിച്ചോ ആ വ്യക്തിയെയാണ് ഭാഗ്യവാനെന്ന് എലിസബത്ത് വിളിച്ചത്. എലിസബത്ത് ചുമ്മാ പറഞ്ഞതല്ല, വചനം പറയുന്നു, എലിസബത്ത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവളായി ഉദ്ഘോഷിച്ചു. ദൈവം അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച്, ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുന്നവരാരാണോ അവരാണ് ഭാഗ്യവാൻ ഭാഗ്യവതി. ദൈവം വാഗ്ദാനം ചെയ്ത കാര്യങ്ങൾ, ദൈവം പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ പൂർത്തീകരിക്കും എന്ന് വിശ്വസിച്ച വ്യക്തിയാണ് ഭാഗ്യവാൻ ഭാഗ്യവതി. പ്രിയമുള്ളവരെ, ഈശോ വചനം പ്രഘോഷിച്ചപ്പോൾ ഈ വചനം കഠോരമാണ് എന്ന് പറഞ്ഞ് അനേകർ ഈശോയെ ഉപേക്ഷിച്ചു പോയി. ശിക്ഷഗണത്തിൽ അനേകർ പോയി. അനേകർ പറഞ്ഞു, ഇതനുസരിച്ച്, ഇവൻ പറയുന്നതനുസരിച്ച്, ഈ വചനമനുസരിച്ച് ജീവിക്കുക സാധ്യമല്ല, ഇത് കഠോരമാണ്. അവസാനം ഈശോ തൻ്റെ വത്സല ശിഷ്യരോട് ചോദിച്ചു, നിങ്ങൾ പോകുന്നില്ലേ? പത്രോസ്ലീഹ അതിന് നൽകിയ മറുപടി എത്ര മനോഹരമാണ്. കർത്താവേ, ഞങ്ങൾ എവിടേക്കാണ് പോകുക? ജീവൻ്റെ വചനം നിൻ്റെ പക്കലുണ്ട്. ഞങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായത്, ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ ആവശ്യമായത്, ഞങ്ങളെ നിത്യതയിലേക്ക് എത്തിക്കുന്ന നിത്യജീവൻ്റെ വചനം നിൻ്റെ പക്കലുണ്ട്. അതുകൊണ്ടാണല്ലോ 119 സങ്കീർത്തനത്തിൽ 103 വചനത്തിൽ പറയുക, കർത്താവേ, നിൻ്റെ വചനം തേനിനേക്കാളും തേൻ കട്ടയേക്കാളും മധുരമുള്ളതാണ്. വചനമെന്ന് പറയുക, സങ്കീർത്തകൻ പറയുകയാണ്, തേനിനേക്കാൾ, തേൻ കട്ടയേക്കാൾ മധുരമുള്ളതാണ്. നമ്മുടെ ജീവിതത്തെ മധുരിപ്പിക്കാൻ, ജീവിതം മധുരകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ, ഏറ്റവും മനോഹരമായ ആ ജീവിതത്തെ ക്രമീകരിക്കാൻ തേനിനേക്കാളും തേൻ കട്ടയേക്കാളും
മധുരമുള്ള ദൈവത്തിൻ്റെ വചനം ഭക്ഷിക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും വേണം. വീണ്ടും 119 സങ്കീർത്തനം 105 വചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: എൻ്റെ പാദങ്ങൾക്ക് വിളക്കും എൻ്റെ വഴികളിൽ വെളിച്ചവുമാണ് ദൈവത്തിൻ്റെ വചനം. എൻ്റെ പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ വെളിച്ചവുമാണ് ദൈവത്തിൻ്റെ വചനം. ഒരുപാട് സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ജീവിതത്തെ നയിക്കേണ്ടത് വചനമാണ്. വചനത്തിൽ അധിഷ്ഠിതമായ ജീവിതശൈലി നമുക്കുണ്ടാകണം. വചനത്തിൽ അധിഷ്ഠിതമായ ജീവിതശൈലി. എൻ്റെ വഴികളിൽ വെളിച്ചമായി എന്ന് പറഞ്ഞാൽ വചനം ആണ് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കേണ്ടത്. വചനം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കണം. ഞാൻ ചെയ്യേണ്ട പ്രവൃത്തികൾ, ചെയ്യരുതാത്ത പ്രവൃത്തികൾ എന്താണ് എന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മുമ്പ് നമ്മൾ സൂചിപ്പിച്ചു, അത് ദൈവത്തിൻ്റെ ചിന്തയാണ്, ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. വചനം ദൈവത്തിൻ്റെ ചിന്തയാണെങ്കിൽ ദൈവം ചിന്തിക്കുന്ന വഴിയെ നടക്കാൻ ഞാൻ തയ്യാറാകണം. അതാണ് ദൈവത്തിൻ്റെ ചിന്ത എൻ്റെ വഴിക്ക് വെളിച്ചമാണ്. നമുക്കറിയാം, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മനുഷ്യന് അപകടങ്ങൾ ഉണ്ടാകുക സ്വാഭാവികമാണ്. ഇരുട്ടിൽ ആര് സഞ്ചരിച്ചാലും ആ വ്യക്തിക്ക് അപകടമുണ്ടാകും സ്വാഭാവികമായി. എന്നാൽ വെളിച്ചത്ത് സഞ്ചരിക്കുന്ന വ്യക്തിക്ക് ദിശയറിഞ്ഞ് യാത്ര ചെയ്യാൻ പറ്റും. ദൈവത്തിൻ്റെ വചനം അനുസരിക്കാതെ ജീവിക്കുന്ന വ്യക്തി ഇരുളിലാണ്. ഈശോ പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്, പ്രകാശമാണ്. വചനമായി ഈശോ, വചനം മാംസം ധരിച്ച ഈശോ നമ്മളോട് പറയുന്നു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്. അപ്പം യേശുക്രിസ്തുവിൽ ജീവിക്കുക, വചനമായ ക്രിസ്തുവിനെ ജീവിതത്തിൽ സ്വീകരിക്കുമ്പോൾ തീർച്ചയായും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വെളിച്ചത്തിൽ യാത്ര ചെയ്യാൻ നമുക്ക് സാധിക്കും. വെളിച്ചത്തിൽ യാത്ര ചെയ്യണം. അത് ദൈവവചനത്തിന് അനുസൃതമായി ജീവിക്കുന്ന വ്യക്തിക്ക് മാത്രമേ വെളിച്ചത്തിൽ സഞ്ചരിക്കാനായിട്ട് സാധ്യമാകത്തുള്ളൂ. നമ്മൾ ചിന്തിക്കണം, നമ്മൾ ഇരുളിലാണോ യാത്ര ചെയ്യുന്നത്? വചനത്തെ മാറ്റി നിർത്തി ക്രിസ്തുവിനെ മാറ്റി നിർത്തി നാമമാത്രമായ ഒരു ക്രൈസ്തവ ജീവിതമാണ് നമ്മൾ നയിക്കുന്നതെങ്കിൽ തീർച്ചയായും നമ്മൾ ഇരുട്ടിലാണ്, നമ്മൾ അപകടത്തിലാണ്. അത് ഈശോ പറഞ്ഞു, നിങ്ങൾ വെളിച്ചത്തിൻ്റെ സന്തതികളാണ്. വെളിച്ചത്തിൻ്റെ സന്തതികളാകണമെങ്കിൽ വചനത്തിൽ അധിഷ്ഠിതമായ ജീവിതമുണ്ടാകണം. ഹല്ലേലൂയ. ഇവിടെ സഹോദരങ്ങളെ, വീണ്ടും 119 സങ്കീർത്തനം 11 വചനത്തിൽ ഇപ്രകാരം പറയുകയാണ്: ദൈവമേ, അങ്ങേക്കെതിരായി പാപം ചെയ്യാതിരിക്കേണ്ടതിന് അങ്ങയുടെ വചനം ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഇവിടെ സഹോദരങ്ങളെ, വിശുദ്ധമായ ഒരു ജീവിതം ഒരു വ്യക്തി നയിക്കണമെങ്കിൽ, ജീവിത വിശുദ്ധിയിൽ ഒരു വ്യക്തി മുന്നോട്ട് പോകണമെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തെ ഹൃദയത്തിൽ ആലേഖനം ചെയ്യണം. ആർക്കാണ് വിശുദ്ധനാകാൻ പറ്റുക? പാപരഹിതമായ ഒരു ജീവിതം ഒരു വ്യക്തിക്ക് സാധ്യമാകുക. ഇവിടെ സഹോദരങ്ങളെ, പാപമില്ലാതെ, പാപം ചെയ്യാതെ ഒരു വ്യക്തി ജീവിക്കുന്നതുകൊണ്ട് മാത്രം കാര്യമില്ല. ഞാൻ പാപം ചെയ്യാതിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു വ്യക്തി നിത്യതയിൽ പോവുകയില്ല. അപ്പോൾ നന്മ ചെയ്യാനും തിന്മ ചെയ്യാതിരിക്കാനും സങ്കീർത്തകൻ പറയുകയാണ്, അങ്ങയുടെ വചനം ഞാൻ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. അങ്ങയുടെ വചനം ഞാൻ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു.
വചനത്തെ ഹൃദയത്തിൽ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു, നമ്മുടെ ചിന്തയുടെ പൂർണ്ണതയാണ് വാക്ക്. അപ്പോൾ നമ്മുടെ വാക്കുകളിൽ വചനമുണ്ടാകും, നമ്മുടെ പ്രവർത്തികളിൽ വചനമുണ്ടാകും. വചനമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്ര ബിന്ദു. വചനമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ആധാരം. വചനമനുസരിച്ചാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ജീവിക്കേണ്ടത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ ചിന്തയനുസരിച്ച് മറിയം തൻ്റെ ജീവിതത്തെ ക്രമീകരിച്ചു. നമ്മൾ പൂർവ്വപിതാക്കന്മാരുടെ ഒക്കെ ജീവിതം എടുത്തു നോക്കിക്കോ. പൂർവ്വപിതാക്കന്മാരുടെ ഒക്കെ ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത് അവർ വചനമനുസരിച്ച് ജീവിച്ചു എന്നുള്ളതാണ്. അബ്രാഹത്തോട് ദൈവം പറഞ്ഞു, നീ നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് പോകുക. വചനം പറയുന്നു, അബ്രാഹം കർത്താവ് പറഞ്ഞതുപോലെ പ്രവർത്തിച്ചു. ഹല്ലേലൂയ. അബ്രാഹം കർത്താവ് പറഞ്ഞതുപോലെ പ്രവർത്തിച്ചു. ഒരുപാട് സഹോദരങ്ങളെ, കർത്താവ് പറഞ്ഞതുപോലെ അബ്രാഹം പ്രവർത്തിച്ചത്. അതുകൊണ്ട് അബ്രാഹത്തെ ഇന്ന് നമ്മൾ വിളിക്കും വിശ്വാസികളുടെ പിതാവെന്ന്. വിശ്വാസികളുടെ പിതാവെന്ന്. അബ്രാഹം കർത്താവ് പറഞ്ഞതുപോലെ ചെയ്തു. ഹല്ലേലൂയ. പൂർവ്വപിതാക്കന്മാരുടെ ഒക്കെ ജീവിതം ഇത് തന്നെയാണ്. നോഹയോട് കർത്താവ് പറഞ്ഞു, ഇന്നത് ചെയ്യ്, അത് ചെയ്തു. മോശയോട് കർത്താവ് പറഞ്ഞു, ഇതുപോലെ പ്രവർത്തിച്ചു. പ്രവാചകന്മാരുടെ ജീവിതത്തിലാണെങ്കിലും പൂർവ്വപിതാക്കന്മാരുടെ ജീവിതത്തിലാണെങ്കിലും അവരൊക്കെ ജീവിതത്തിൽ വിജയിച്ചത് ദൈവം പറഞ്ഞതുപോലെ പ്രവർത്തിച്ചതുകൊണ്ടാണ്. ദൈവം പറഞ്ഞതുപോലെ അവർ കേട്ടതുകൊണ്ടാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമീകരിക്കണ്ടേ? നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ, അത് വചനമനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ, ദൈവത്തിൻ്റെ ചിന്തയനുസരിച്ച് ജീവിക്കാൻ, ദൈവത്തിൻ്റെ ചിന്തയനുസരിച്ച് പ്രവർത്തിക്കാൻ, ദൈവത്തിൻ്റെ ചിന്തയനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളെയൊക്കെ ഒന്ന് ക്രമീകരിക്കാൻ നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. നമുക്ക് ആഗ്രഹിക്കാം, എൻ്റെ കുടുംബം, എൻ്റെ വ്യക്തി ജീവിതം, എൻ്റെ ജോലി മേഖലകൾ, ബിസിനസ് ഒക്കെ ദൈവത്തിൻ്റെ ചിന്തയനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ആഗ്രഹിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ വഴികളിൽ ദൈവത്തിൻ്റെ വചനം വെളിച്ചമാകട്ടെ. ദൈവത്തിൻ്റെ വചനം എൻ്റെ പാദങ്ങൾക്ക് വിളക്കും, വഴികളിൽ വെളിച്ചവുമായി തീരട്ടെ. ദൈവത്തിൻ്റെ ചിന്ത എപ്പോഴും ഹൃദയത്തിൽ ആലേഖനം ചെയ്യാൻ, ദൈവമേ നിന്നെക്കുറിച്ചുള്ള ചിന്ത എന്താ, എന്നെക്കുറിച്ചുള്ള നിൻ്റെ ചിന്ത എന്താണെന്ന് നിൻ്റെ ദൂതനാൽ എനിക്ക് വെളിപ്പെടുത്തണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അനന്തമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, ഞങ്ങളെക്കുറിച്ച് പദ്ധതികൾ തയ്യാറാക്കി ഞങ്ങളെക്കുറിച്ചുള്ള ചിന്ത ഹൃദയത്തിൽ സൂക്ഷിച്ച് അവ പ്രവാചകന്മാരിലൂടെയും സ്ലീഹന്മാരിലൂടെയും അവിടുത്തെ പുത്രനിലൂടെയും അവിടെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തിയല്ലോ. കർത്താവേ, നിൻ്റെ ചിന്തകളെ ഹൃദയത്തിൽ ആലേഖനം ചെയ്ത് വിശുദ്ധമായ ജീവിതം നയിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ചിന്ത ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. ആ ചിന്തയനുസരിച്ച് ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധാത്മാവേ. പരിശുദ്ധമേ, വിശുദ്ധ ഔസേപ്പിതാവേ, സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.